ഫാൻസ് എന്ന് പറഞ്ഞ ഒരു ചെറിയ സംരംഭമല്ല, കടലോളം വലുതാണ് വിജയ് ഫാൻസ് എന്ന് പറഞ്ഞത്. അത് സത്യമായ കാര്യമാണ്. വിജയ് ഫാൻസ് എല്ലാ വർഷവും ഓരോ നല്ല കാര്യങ്ങൾ വിജയ് ഫാൻസിന്റെ പേരിൽ ചെയ്യുന്നുണ്ട്. ബ്ലഡ് ഡൊണേഷൻ, അന്നദാനം, അങ്ങനെ ഓരോ ചാരിറ്റി. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായും കുറച്ചുകൂടി നല്ലതും കുറച്ചുകൂടി വലുതുമായി എന്ത് ചെയ്യാമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ ഒരു ഉറ്റ ചങ്ങായി ഈ ഒരു സമൂഹത്തെക്കുറിച്ച് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ സമൂഹം തിരഞ്ഞെടുത്തത്. 3 കുട്ടികൾക്ക് വിജയ് ഫാൻസിന്റെ പേരിൽ ജീവിതം ഞങ്ങൾ കണ്ടെത്തി കൊടുത്തത്. തീർച്ചയായും സാറിന് ഇത് അറിയാതിരിക്കാൻ വഴിയില്ല. സാറിന്റെ ഫാൻസുകാർ ചെയ്യുന്ന ഓരോ കാര്യം സാർ അത് അപ്ഡേറ്റ് ആണ്. സാർ അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാറിനെ മറ്റു കാര്യങ്ങൾ അന്വേഷിക്കുന്നതിനേക്കാളും സാറിന്റെ ഫാൻസുകാർ എന്ത് ചെയ്യുന്നു നല്ലത്, എന്തിനു വേണ്ടി അവർ പ്രയത്നിക്കുന്നു എന്ന് സാറ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. സാർ ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത്. ഇന്ന് നമ്മുടെ ഓൾ ഇന്ത്യ വിജയ് ഫാൻസ് പ്രസിഡന്റ് BCN ആനന്ദ് സാർ എത്തിച്ചേരേണ്ടതായിരുന്നു. ഫ്ലൈറ്റ് മിസ്സായതിനാൽ സാറിന് വരാൻ കഴിഞ്ഞില്ല. സാർ വന്നുകൊണ്ടിരിക്കുകയാണ്, ഓൺ ദ വേ. 5 മണിക്ക് സാറ് ട്രിവാൻഡ്രം ഡൊമസ്റ്റിക് എയർപോർട്ടിൽ ഇറങ്ങുമെന്നാണ് റിപ്പോർട്ട്. സാറ് വന്ന് ഈ കുട്ടികളുടെയൊക്കെ വീട്ടിൽ സാറ് നേരിട്ട് വന്ന്, വിജയ് സാറിന് വരാൻ പറ്റാത്തത് കൊണ്ട് സാറ് നേരിട്ട് വന്ന് അവർക്ക് നന്ദി പറഞ്ഞുകൊള്ളുന്നു. അവരെ വന്ന് കാണുന്നതാണ് സാർ. ഈ ഒരു കല്യാണം നടത്തുക എന്ന് പറയാൻ ചെറിയ കാര്യമല്ല. അപ്പൊ അതിനൊരു വലിയൊരു ബഡ്ജറ്റ് തന്നെ വേണ്ടി വരും. അപ്പൊ അതൊക്കെ എങ്ങനെയാണ് നിങ്ങൾ ഫാൻസുകാർ തന്നെ സ്വരൂപിക്കുകയായിരുന്നു? ഫാൻസുകാർ സ്വരൂപിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാൻസിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ടില്ല. പക്ഷേ വിജയ് ഫാൻസുകാർ ചോദിച്ചു കഴിഞ്ഞാൽ ഫണ്ട് തരാൻ ഒത്തിരി നല്ല മനുഷ്യരുണ്ട്. കാരണം വിജയ് ഫാൻസുകാർ തെറ്റായ പ്രവർത്തനങ്ങൾ കേരളത്തിൽ കാഴ്ചവെക്കില്ലെന്ന് അവർക്ക് അറിയുന്നതുള്ളത് തന്നെയാണ് വിജയ് ഫാൻസ് ചോദിക്കുമ്പോൾ പൈസ തരികയും ഇങ്ങനെ ഒരു സംഭവം നടക്കാൻ കാര്യം. നമസ്കാരം. ഞാൻ ഈ സംഘടനയിൽ വന്നിട്ട് ഇപ്പോൾ 9-10 വർഷമായി ഞാൻ ഈ വിജയ് ഫാൻസിൽ വന്നിട്ട്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മൾ എല്ലാ വർഷവും നമ്മളല്ലാതെ നമ്മൾ വിജയ് ഫാൻസുകാർ വെൽഫെയർ ചെയ്യാറുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു 3 കുട്ടികൾക്ക് താലിച്ചരട് എന്ന് പറയുന്ന ഒരു സംരംഭവുമായിട്ടൊരു 5 മാസം മുമ്പ് റോയിച്ചന് ഇത് പറയുമ്പോൾ ഞങ്ങൾ എല്ലാവരും ആദ്യം ചോദിച്ചത് നമുക്കിത് നടത്താൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ ചോദിച്ചത്. അപ്പോൾ റോയിച്ചൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് എന്ത് കാര്യവും നമുക്ക് ചെയ്യാൻ പറ്റും, പക്ഷെ നമ്മളത് തുനിഞ്ഞിറങ്ങണമെന്നുള്ളതാണ്. അങ്ങനെ വന്ന് കഴിഞ്ഞ 1 മാസം മുമ്പ് റോയിച്ചൻ എന്നോട് പറയുകയാണ്, എല്ലാം റെഡിയായിട്ടുണ്ട്, നമുക്ക് ബർത്ത്ഡേക്ക് മുമ്പ് ഈ പരിപാടി നടത്തണമെന്ന് പറഞ്ഞപ്പോൾ റോയിച്ചനോട് നമ്മുടെ ഫണ്ടില്ലാത്ത ഒരു ഇതിൽ നിന്ന് റോയിച്ചനെ സഹായിക്കാൻ കുറെ നല്ലവരായ ആൾക്കാർ ഇവിടെ വന്ന് തുനിഞ്ഞിറങ്ങി. അങ്ങനെ വന്ന് ഇപ്പം 3 പിള്ളേർക്ക് താലിച്ചരടും കൊടുത്ത്. ഇതിപ്പോൾ നേരത്തെ ചോദിച്ച പോലെ വിജയ് സാർ അറിഞ്ഞോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഓൾ ഇന്ത്യ ഹെഡാണ് ആനന്ദ് സാറ്. ആനന്ദ് സാറിന്റെ സമ്മതത്തോടെ നമ്മൾ ചെയ്ത് ഇന്ന് ഈ മംഗളകർമ്മത്തിൽ ആനന്ദ് സാർ എത്താൻ നിന്നപ്പോൾ നമുക്ക് ഒരു മുഹൂർത്തം എന്ന് പറഞ്ഞ ടൈം ഉണ്ടല്ലോ, ഈ ടൈമിന് സാറിന് എത്താൻ പറ്റാതെ നമ്മൾ നടത്തിക്കോ എന്ന് പറഞ്ഞ് ഇപ്പൊ ആനന്ദ് സാറ് 4 മണിക്കത്തെ ഫ്ലൈറ്റിന് കയറി കഴിഞ്ഞാൽ 5 മണിക്ക് നമ്മുടെ ട്രിവാൻഡ്രം ഡൊമസ്റ്റിക്കിൽ സാർ ഇറങ്ങിക്കഴിഞ്ഞാൽ അവരുടെ ഓരോരുത്തരുടെയും വീട്ടിൽ ആനന്ദ് സാറ് അവരെ പറയുകയും അവിടെ നിന്ന് നമുക്കറിയില്ല ആനന്ദ് സാറിന്റെ കാര്യം, വിജയ് സാറിനെ ചിലപ്പോൾ അവിടെ നിന്ന് വിളിച്ച് സംസാരിക്കാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് നമുക്കറിയാവുന്നത്. ഞങ്ങൾ വിജയ് ഫാൻസ് കോട്ടയം ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് വരുന്നു. ഇവിടുന്ന് നമ്മൾ നേരത്തെ അറിയിച്ചതുപോലെ നമ്മുടെ ട്രിവാൻഡ്രം ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറി ശ്രീ റോയി ഞങ്ങളെ ഇവിടെ വിളിക്കുകയും വിജയ് സാറിന്റെ പേരിൽ ഇത്രയും നല്ലൊരു കാര്യം കേരളത്തിൽ ആദ്യമായിട്ട് തന്നെ സമൂഹ വിവാഹം നടത്താൻ സാധിക്കുകയും അതിൽ നല്ലൊരു പങ്കായിട്ട് ഞങ്ങൾക്ക് എത്താൻ കഴിഞ്ഞതിൽ ഞങ്ങളൊരു വലിയ ഭാഗ്യമായിട്ട് കാണുന്നു. ഇതുപോലെ തന്നെ ഒരുപാട് പ്രവർത്തനങ്ങൾ, നല്ല നല്ല പ്രവർത്തനങ്ങളിൻ്റെ നമ്മുടെ വിജയ് സാറിന്റെ പേരിൽ എല്ലാ ഫാൻസുകാരും നടത്തുന്നുണ്ട്. അത്തരമുള്ള എല്ലാ ആൾക്കാർക്കും കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ പേരും ഇളയതളപതി വിജയ് സാറിന്റെ പേരിലും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ നവവധൂവരന്മാർക്ക് എല്ലാവിധ മംഗളങ്ങളും ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് നിർത്തുന്നു.